NTA UGC NET എഴുതിയെടുക്കണം. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം. നെറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന, നെറ്റ് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം. എന്നാൽ നമ്മൾ നെറ്റ് എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഒരു കോച്ചിങ്ങിന് പോകണോ വേണ്ടയോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു കോച്ചിങ്ങിന് പോയാൽ മാത്രമേ എനിക്ക് നെറ്റ് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത, ഒരു കൺഫ്യൂഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കോച്ചിങ്ങിന് പോകാന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊന്നും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അതല്ലേ. നല്ല ഫീസ് കൊടുക്കണം. ചിലർ 25,000, 50,000, 1,00,000 വരെ വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, ഈ കോച്ചിങ് ഫീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരല്ലേ. അധികം എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ടാവും അല്ലേ, അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും വലിയ ഫീസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമോ, അപ്പൊ നമ്മൾ ഗൈഡ് വാങ്ങി പഠിച്ചാൽ കിട്ടുമോ, അപ്പോൾ ഇതിന്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യും, യൂട്യൂബ് വീഡിയോസ് നോക്കും. അപ്പൊ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലോട്ട് നമ്മൾ എത്തുകയില്ല. 2019 ഞാൻ നെറ്റ് എഴുതിയെടുക്കുന്നത്. സോ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ചില സ്ട്രാറ്റജികളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നെറ്റ് എഴുതിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോച്ചിങ് എനിക്ക് ആവശ്യമില്ല, വീട്ടിലിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തരാം, കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് കിട്ടും. എൻ്റെ ഉറപ്പാണ്. എനിക്ക് നെറ്റ് കിട്ടിയ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഐ ആം നൂറ മുഹമ്മദ് അലി. വെൽക്കം ടു നൂറ എഡ്യു ടിപ്സ്. അപ്പോൾ നമ്മൾ നെറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അല്ലേ. നെറ്റ് എങ്ങനെ എഴുതിയെടുക്കണം, ഏതൊക്കെ ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ മുറിയിലോട്ട് നിങ്ങളൊന്ന് പോവുക. അതായത് നെറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ ടേബിൾ ഉണ്ടല്ലോ, അവിടത്തേക്കൊന്ന് പോവുക. എന്നിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഏതൊക്കെ ഗൈഡാണ് ഞാൻ വാങ്ങി വെച്ചത് എന്നൊന്ന് ചെക്ക് ചെയ്യുക അല്ലെ. ചിലപ്പോൾ 1, 2, 3 ഗൈഡുകളൊക്കെ ഉണ്ടാവും. സോ ഈ ഗൈഡുകൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്നത്. സോ ആദ്യം ഞാൻ ഏതൊക്കെ ഗൈഡ് വാങ്ങി എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ 1, 2 ഗൈഡ് ബുക്കുകൾ കാണാം. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ ഗൈഡ് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ടേബിളിൽ നിന്ന് മാറ്റി വെക്കുക. അതായത് നമുക്കിത് ഗൈഡിൻ്റെ ആവശ്യമേ ഇല്ല. ഒരിക്കലും ഗൈഡ് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടുകയില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അല്ലാതെ അത് മാത്രം നോക്കി ഒരിക്കലും നിങ്ങൾക്ക് നെറ്റ് കിട്ടുകയില്ല. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മുന്നിലുള്ള ആ ടേബിളിൽ വെച്ചിട്ടുള്ള ആ ഗൈഡ് ബുക്കൊക്കെ എടുത്ത് മാറ്റുക. ഓക്കെ, ദെൻ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ കുറച്ച് A4 ഷീറ്റുകൾ വാങ്ങി വെക്കുക. അതായത് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ ഉണ്ടല്ലോ, സോ അതുപോലെയുള്ള കുറച്ച് പേപ്പേഴ്സ് വാങ്ങുക. നല്ല പേനയും കുറച്ച് കളേഴ്സൊക്കെ ഉള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള പേനയൊക്കെ വാങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ടേബിളിൻ്റെ മുന്നിൽ വെക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് ചിന്തിക്കുക, ഇനി ഞാൻ എങ്ങനെയാണ്, എൻ്റെ നെറ്റ് പഠിക്കാൻ പോവാണ് ഞാനിനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം നിങ്ങൾ 2021 നടന്ന ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതായത് പേപ്പർ 1ൻ്റെയും കളക്ട് ചെയ്യുക, പേപ്പർ 2ൻ്റെയും നിങ്ങൾ കളക്ട് ചെയ്യുക. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, പേപ്പർ 1 ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ് എന്ന് കരുതുക. എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കൃത്യമായിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് 2020 ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കീ ലഭ്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇപ്പം തന്നെ നമ്മളെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും. അതായത് ആ ഒരു എക്സാം എഴുതിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ എത്ര പെർസെൻറ്റേജ് എനിക്ക് കിട്ടി, അത് കട്ട് ഓഫിൻ്റെ മുകളിലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ആ ഒരു കട്ട് ഓഫിൻ്റെ മുകളിലാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് സബ്ജക്റ്റ് അറിയാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് അത് കാണാൻ പറ്റും. എന്നാലോ ആ ഒരു പെർസെൻറ്റേജിൻ്റെ താഴെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്തത്, നമ്മുടെ ഗൈഡ് ബുക്കുകളൊക്കെ മാറ്റി വെച്ചു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കി. നമ്മുടെ ഒരവസ്ഥ നമുക്ക് മനസ്സിലായി അല്ലേ, നമ്മൾ ഏത് സ്റ്റേജിലാണ്, പഠിത്തത്തിൻ്റെ ഏത് സ്റ്റേജിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സാം ടൈമാണ്. എത്ര സമയമാണ് എക്സാം
എക്സാം എഴുതാൻ കിട്ടുമോ, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് ഞാൻ ആൻസർ ചെയ്യണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പേപ്പർ 1ന്റെ സമയം കൃത്യമായിട്ട് മനസ്സിലാക്കുക, പേപ്പർ 2ന്റെ സമയവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ സമയം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു 4ാമത്തെ കാര്യമാണ് എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, അല്ലെ ക്വസ്റ്റ്യൻസിന് എത്ര മാർക്കാണ് ഉണ്ടാവുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മനസ്സിലാവും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഇത്ര സമയം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഞാൻ എത്ര സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര ഫാസ്റ്റായിട്ട് ഞാൻ ഉത്തരം എഴുതണം, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എത്ര സമയം ചെലവാക്കാനാകുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ അടുത്തത് 5ാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നെറ്റിന്റെ സിലബസ് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതായത് പേപ്പർ 1ന്റെയും വായിച്ചു നോക്കുക, പേപ്പർ 2ന്റെയും നിങ്ങൾ വായിച്ചു നോക്കുക. സോ സിലബസ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതൊക്കെ ഏരിയ ആണ് സിലബസിൽ ഉള്ളത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് 2000 മുതൽ അല്ലെങ്കിൽ 2002 മുതൽ 2021 വരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യുക. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ബുക്സുകളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പറ്റുമെങ്കിൽ ആൻസർ കീ ഇല്ലാത്തത് വാങ്ങുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യൻസ് മാത്രം കളക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ. സോ ഈ 2002 മുതൽ 2021 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. സോ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് നിങ്ങളുടെ ടേബിളിന്റെ മുന്നിൽ വെക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എടുക്കുക. അതായത് നമ്മൾ 2002 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അത് ജനറൽ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ജനറൽ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം പേപ്പർ 1ന് 10 മൊഡ്യൂളുകളാണുള്ളത്. സോ ഈ 10 മൊഡ്യൂളിൽ ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഏത് ടോപ്പിക്കാണ് ചോദിച്ചത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അങ്ങനെ മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കുക. സോ അങ്ങനെ മുഴുവൻ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അങ്ങനെ 2022 മുതൽ 2002 മുതൽ 2021 വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊരു ലിസ്റ്റിലോട്ട് മാറ്റുക. അതായത് 1ാമത്തെ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, ഏത് ഏരിയയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പേപ്പേഴ്സിലല്ലേ, A4 ഷീറ്റിൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ മാറ്റി എഴുതുക. ഇതിന് കുറച്ച് സമയം എടുക്കും, നമ്മൾ സമയം ചെലവാക്കേണ്ട വേണം, അല്ലേ? സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ കുറഞ്ഞ സമയമില്ല നമുക്ക് പഠിക്കാൻ. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു A4 ഷീറ്റിൽ ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഏത് ടോപ്പിക്കാണ് ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. സോ അങ്ങനെ ജനറൽ പേപ്പർ 1ഉം ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട് പേപ്പറായ പേപ്പർ 2ഉം അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിലബസിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. സോ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ എന്താണ്, വളരെ കുറച്ച് കാര്യം പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സിലബസ് നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് ഏരിയ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. സബ്ജക്റ്റ് ആയാലും നമ്മുടെ ജനറൽ പേപ്പർ ആയാലും ഒരുപാട് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവൂ. സോ ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആക്കി കറക്റ്റ് ടൈമിങ്ങോട് കൂടി നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി. വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഒരു കോച്ചിങ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലോ നിങ്ങൾക്ക് പോവേണ്ടി വരില്ല, ഒരുപാട് പൈസ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് കൃത്യമായിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. എൻ്റെ ഉറപ്പാണ്, ഞാൻ നെറ്റ് എഴുതിയെടുത്തത് ഇങ്ങനെയൊക്കെയാണ്. സോ എന്ത് ചെയ്യുക, ഇതൊന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഉറപ്പായാലും നെറ്റ് കിട്ടും. നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് ഉറപ്പായാലും വരും. സോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ട്രിക്കുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെ? എല്ലാവരും രക്ഷപ്പെടട്ടെ. ആഗ്രഹമുള്ളവർ, വർക്ക് ചെയ്യാൻ തയ്യാറായവർ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായവർ എല്ലാവരും രക്ഷപ്പെടട്ടെ, അല്ലെ? എല്ലാവരും അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിൽ എത്തിപ്പെടട്ടെ, അവരുടെ ഡ്രീമി വേൾഡിൽ എത്തിപ്പെടട്ടെ, അല്ലെ? നമുക്കും അതിനു വേണ്ടി ശ്രമിക്കാം. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ തന്നെ പറ്റും. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്.